ഓം മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ചിത്സ്വരൂപികളെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ശരീരം ഒരു ഉപകരണം മാത്രം. നഹി ദേഹഭൃതാസക്യം ത്യക്തും കർമാണ്യശേഷതാ യസ്തു കർമ്മഫലത്യാഗീ സത്യാഗീത്യഭിധീയതേ. ദേഹാഭിമാനിയായ ജീവന് മുഴുവൻ കർമ്മങ്ങളെയും ത്യജിക്കാൻ സാധ്യമല്ല. എന്നാൽ ആരാണോ കർമ്മഫലകാംക്ഷയെ ത്യജിക്കുന്നത് അയാൾ ത്യാഗി എന്ന പേരിനത്രേ. പ്രിയരെ, എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാതെ ആർക്കും ജീവിക്കാൻ കഴിയുകയില്ല. ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കലും ഒരു പ്രവൃത്തിയാണ്. ഇന്ദ്രിയങ്ങളുടെയും മനസ്സിന്റെയും പ്രവർത്തനം മരണം വരെ തുടരും. പ്രവൃത്തി നിലച്ചാൽ ജീവിതം നിലച്ചു. നാം ഉറങ്ങുമ്പോൾ അറിഞ്ഞുകൊണ്ടാണോ ശ്വാസം വലിക്കുന്നത്? അങ്ങനെ ശരീരത്തിലെ എത്രയെത്ര പ്രവൃത്തികൾ ബോധപൂർവമുള്ള നമ്മുടെ ഒരു ശ്രദ്ധയും കൂടാതെ കൃത്യമായി സംഭവിക്കുന്നു. നമ്മുടെ ശരീരം മാത്രമല്ല, അതിലെ ഓരോ കഴിവ് പോലും നാം സ്വമേധയാ കൊണ്ടുവന്നതോ കണ്ടെത്തിയതോ അല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ ചെയ്യേണ്ട കർമ്മം ഈശ്വര നിശ്ചയം കൊണ്ട് ദൈവത്തിന്റെ ഉപകരണമായി നാം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുക. ഈശ്വരന്റെ താൽപര്യം ഒരു വ്യക്തിയുടെ മാത്രം സന്തുഷ്ടിയല്ല, സമൂഹത്തിന്റെ നന്മയിലാണ്. അതുകൊണ്ട് താൻ ചെയ്യുന്ന ഓരോ കർമ്മവും തന്നിൽ കൂടി ഈശ്വരീയത പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധമാണ് നമ്മിൽ ഉണ്ടാവേണ്ടത്. ഈശ്വരനുമായുള്ള ഒരു തന്മയീ ഭാവം തന്നെയാണ് സാക്ഷാത്കാരം. ഇത് മരണാനന്തരം സംഭവിക്കുന്ന ഒരു കർമ്മമല്ല. കർത്തൃത്വത്തെ നിറവേറ്റുന്നത് തന്നെ സാക്ഷാത്കാരമായി മാറ്റുന്നു. സ്നേഹപൂർവം, എഞ്ചൻ കയനാടത്ത്.